ആൺമക്കൾ വരുമ്പോൾ, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൺമക്കൾ വന്നു കഴിഞ്ഞാൽ സ്വന്തം അമ്മയ്ക്ക് അസുഖം കൊണ്ട് അസുഖം എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഈ അമ്മയ്ക്ക് വല്ലാത്ത വയ്യായം. അങ്ങനെ മകൻ വന്നപ്പോൾ അമ്മയെ കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞ് കാര്യമായ കുഴപ്പമൊന്നും കാണുന്നില്ല എന്നുള്ളത്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ ഈ മരുമകൾക്ക് കാര്യം മനസ്സിലാവുന്നത്, കാര്യം കത്തിയത്. ഇത് അമ്മായിമ്മയുടെ അടവാണ്. കാരണം മകൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി അമ്മായിമ്മ എടുത്ത ഒരു അടവാണ്. അപ്പോൾ അതിനുശേഷം ഈ മകൻ ഗൾഫിൽ നിന്ന് 1.5 മാസത്തിന് ലീവിൽ വന്നതാണ്. പക്ഷേ ഇപ്പോൾ അമ്മയുടെ പിന്നാലെയാണ്. ഇത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും മരുമകൾക്ക് സഹിക്കുമോ? അവൾക്ക് സഹിച്ചില്ല. അവൾ മറ്റൊരു അടവ് പ്രയോഗിച്ചു എന്നുള്ളതാണ്. അവളുടെ നടുവ് വേദന എന്നും പറഞ്ഞുകൊണ്ടും തലവേദന എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കിടപ്പായി. അങ്ങനെ വന്നപ്പോൾ ഭർത്താവ് പിന്നെ ആരുടെ അടുത്തേക്ക് പോകും? ഭാര്യയുടെ അടുത്തേക്ക് പോകും, അമ്മയുടെ അടുത്തേക്ക് പോകും. അവസാനം ഇത് രണ്ടുപേരെയും ഇങ്ങനെ നോക്കേണ്ട ഒരു അവസ്ഥയായി എന്നുള്ളതാണ്. കാരണം മരുമകൾക്ക് മനസ്സിലായി ഇത് അമ്മായിമ്മയുടെ ഒരു അടവാണെന്നുള്ളത്. ഡോക്ടർ പ്രത്യേകിച്ച് അസുഖമൊന്നും പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ അടവ് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഈ മകൻ്റെ സ്നേഹം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി ഇവിടെ മകളും ഇത്തരത്തിലുള്ള അടവ് പ്രയോഗിച്ചത് എന്നുള്ളതാണ്. അവസാനം മകന് വല്ലാത്തൊരു അസ്വസ്ഥത വന്നപ്പോൾ മകൻ ചെയ്ത പണി എന്താണ്? ഒരു വേലക്കാരി അവിടെ ഏൽപ്പിച്ചു കൊടുത്തിട്ട്, ആ വീട്ടിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹം ഇവിടെ നിന്ന് സ്ഥലം വിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ അമ്മ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഒരു ഔചിത്വം ഇല്ലാത്തൊരു പെരുമാറ്റം ഇവിടെ അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ എന്ന് ഒരു സംശയമുണ്ട്. ആ അമ്മയ്ക്ക് കിട്ടേണ്ട സ്നേഹം തീർച്ചയായിട്ടും അമ്മയ്ക്ക് കിട്ടും. അതിങ്ങനെയൊന്നും പിടിച്ചു വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള. പ്രത്യേകിച്ച് ഒരു അമ്മായിമ്മ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മകൻ പ്രായമായി കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം. മാത്രമല്ല മരുമകൾ വരും, അപ്പോൾ ഒരു അമ്മായിമ്മയായി തീരും. എന്നിരുന്നാലും അവിടെ റോളുകളിലൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മനസ്സ് വികസിക്കണ്ടേ, അല്ലെങ്കിൽ മനസ്സ് വളരണ്ടേ? അവരുടെ റോള് മാറി എന്ന് ആ ഒരു മനോഭാവത്തിലേക്ക് ഒരു വളരണ്ടേ? അല്ലാണ്ട് മകൻ്റെ സ്നേഹം എന്നും കിട്ടണം എന്ന് നിർബന്ധം പിടിച്ചാൽ പറ്റുമോ? മകൻ്റെ സ്നേഹം കിട്ടും. മകൻ്റേതായിട്ടുള്ള സ്നേഹം എപ്പോഴും അമ്മയ്ക്കുണ്ടാകും. അപ്പോൾ തന്നെ ഭാര്യയ്ക്കും ഭാര്യയുടെ ഈ ഭർത്താവിൻ്റെ സ്നേഹം കൊടുക്കണ്ടേ? അതിനെ ഈ അമ്മ അനുവദിക്കണ്ടേ? അത് ചെയ്യാതെ മകൻ്റെ സ്നേഹം പൂർണ്ണമായിട്ട് കിട്ടാൻ വേണ്ടി എടുത്ത ഒരു അടവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്